ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കാണാൻ വേണ്ടി വന്ന എണ്ണമരുതയിൽ ഇന്ന് തന്നെ സുരേഷ് സുമലവരുടെയും ഹൃദയകാരിയായ പ്രണയതയും ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. സ്ക്രീൻ 1 ആണ് കേട്ടോ. ഗൈസ്, പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമയിൽ. ഒരു കിടിലൻ ക്രോസ് ഓവർ ഉണ്ട്, എന്താണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ചിരിയും സന്തോഷമൊക്കെ ഒരു ആർത്ത് കൈയടിക്കും. ഒരു ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും അനുഭവിക്കും കേട്ടാ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പടം നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പോലുള്ള സിനിമ കാണാനുണ്ട്. അപ്പൊ എന്തായാലും ഇത് കിടിലൻ പടമായിരുന്നു, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആർത്തുല്ലസിച്ചാണ് ഞങ്ങൾ സിനിമ കണ്ടത്. വൈകുന്നേരത്തിൽ ക്രൗഡ് സൂപ്പറായിരുന്നു. എന്താണ് കാസ്റ്റ് ആൻഡ് ക്രൂ കയറിയത് സ്ക്രീൻ 3ലും ഞങ്ങൾ സ്ക്രീൻ 1ലും ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ആർത്തുല്ലസിച്ചാണ് പടം കണ്ടത്. പ്രേമലുവിന് ശേഷം ഇത്ര എൻജോയ് ചെയ്തൊരു സിനിമ കണ്ടത് ഇന്നാണ് കേട്ടാ. ഒരു രക്ഷയില്ലാത്ത കോമഡി പടം. അതും വിപിൻ ദാസ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ സാധാ രീതിയിൽ എടുക്കൂലെന്ന് അറിയാം. ഇതൊരു ഫൺ റൈഡാണ്, ഫൺ റൈഡ്. ഇതിനകത്ത് കഥയും സംഭവങ്ങളൊന്നും കാര്യമായിട്ട് നോക്കണ്ട. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് കുറച്ച് നല്ല അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് വിപിൻ ദാസിനെ ഞാൻ ഒരു സാധാരണ ഡയറക്ടറായിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് ആ ട്വിസ്റ്റ് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് വരുമ്പോ തൊട്ട് നിങ്ങൾക്ക് ചിരി തുടങ്ങും. ഇതിനകത്ത് ബേസിലും പൃഥ്വിരാജും എല്ലാവരും കിടിലനുണ്ട്, എല്ലാവരും കിടിലൻ. പിന്നെ അജു വർഗീസിന്റെ സോങ്ങിന്റെ പ്ലേസ്മെന്റും ആ ഒരു ക്രോസ് ഓവർ എല്ലാം കൂടി അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് പടം വർക്കായി. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് കാണേണ്ട പടമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള വക ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ് കോമഡി പടമാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ പടം ഓടുമെന്ന് എനിക്ക് ഉറപ്പാണ്. 50 കോടി അടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. 100 കോടിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും 100 കോടി അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല. കാരണം ഈ സിനിമ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തായാലും ഈ സിനിമ രണ്ടാമത് കാണാൻ പോകും. കാരണം ഇത് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ കിടിലൻ പടമാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പക്ക കോമഡി പടം, പക്ക കോമഡി പടം. ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമ കണ്ടതിൽ. ഈവൻ ഇതിനകത്ത് പൃഥ്വിരാജിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് പൃഥ്വിരാജിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയുടെ ക്രോസ് ഓവറും. അതും അയ്യോ, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയില്ലേ ഞാൻ. ഭയങ്കര രസമാണ് അത് പെട്ടെന്നാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം നല്ലപോലെ എനിക്ക് വർക്കായി. ഇതിലെ മ്യൂസിക്, ഒരു പാട്ടേ ഞാൻ അത് പാട്ടായിട്ട് കേട്ടപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ അത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ അനശ്വര രാജൻ, എന്തൊരു ഐശ്വര്യമാണ് ആ കുട്ടിക്ക്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ആളെ. അനശ്വരയുടെ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ വന്ന് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിഖില വിമൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് രസത്തോടെ ഇതൊരു പക്ക ഫൺ റൈഡാണ് സിനിമ. ആർത്തുല്ലസിച്ച് കാണേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. ഇത് തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഭയങ്കര ഒരു രസം തന്നെയായിരിക്കും. ഇത് OTT കണ്ടാൽ ഇത് തിയേറ്ററിൽ കാണുന്നത് ഇത് ഭയങ്കര രസമാണ്. ആ ഒരു രസം അനുഭവിക്കണമെങ്കിൽ നല്ലൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണാം. ഒരു ചത്ത തിയേറ്ററിൽ പോയി സിനിമ കാണരുത്. ഇതൊരു പക്ക എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പ്രത്യേക രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പടം. ഇതിനകത്ത് നമ്മുടെ ഒരു ചിരി ബമ്പർ ചില്ലിയുള്ള മച്ചാനുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി പടം നല്ലപോലെ വർക്കായി. അനുഭയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അനുഭവ ഞാനും ചിരിയായിരുന്നു. പിന്നെ നമ്മുടെ തിയേറ്ററിലുള്ള ക്രൗഡും കൂടി ഒന്നും പറയണ്ട. എല്ലാവരും ആർത്തുല്ലസിച്ച പടം കണ്ട. പടം കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് രസം, എല്ലാവരും തമ്മിൽ സംസാരിക്കുന്ന ആ ക്രോസ് ഓവറിനെ പറ്റിയാണ്. ആ ക്രോസ് ഓവർ പറയാതിരിക്കാൻ വയ്യ, കിടില. അതിന്റെ പ്ലേസ്മെന്റ്, ആ ക്യാരക്ടറിന്റെ വരവ് എല്ലാം, ഈവൻ പൃഥ്വിരാജിന്റെ ആ ക്രോസ് ഓവർ വരുമ്പോഴേക്കും പൃഥ്വിരാജ് ഇടുന്ന എക്സ്പ്രഷനും ഡയലോഗും ഒക്കെ എന്റെ പൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഭയങ്കര നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു പക്ക എന്റർടൈനർ, ഒരു തിയേറ്റർ വാച്ച് എന്റർടൈനർ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആരാ ചെയ്തേക്കണെന്ന് അറിയില്ല. ലാസ്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ സെറ്റിനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടിരുന്നെന്ന് പറയും. സെറ്റ് ഏതാ ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാ. അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പടം വളരെയധികം ഇഷ്ടമായി എന്ന് ഞാൻ എടുത്തു പറയുന്നു. പക്ക എന്റർടൈൻമെന്റ് പടം. ഇത് ലീവ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്റ്റിൽ ഇത് ഭയങ്കര എൻജോയബിൾ. സമയം പോയത് അറിഞ്ഞില്ല. ഈ സിനിമ 2 മണിക്കൂർ മേളിലുണ്ട് എന്തായാലും. പക്ഷെ അറിഞ്ഞേയില്ല ഈ സിനിമ പോയത്. ഫസ്റ്റ് ഹാഫ് ആയത് അറിഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് ആയത് ഒന്നും അറിഞ്ഞില്ല കേട്ടാ. ഇപ്പൊ എന്തായാലും ഞാൻ അടുത്ത പടത്തിന് പോകണേ. അടുത്ത പടം കണ്ടിട്ട് അഭിപ്രായം ഞാൻ ഇട്ടേക്കാം. എന്താണ് നമ്മുടെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, അതാണ് അടുത്ത സിനിമ. അത് കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടേട്ടാ, അതാ പറയാനുള്ളത്. ബൈ ബൈ.